കഥയാരംഭിക്കുന്നത് ചെന്നൈ നഗരത്തിലാണ്. എങ്ങും ദീപാവലി ആഘോഷം അരങ്ങുതകർക്കുന്ന സമയം. പക്ഷെ ഒരു വീട്ടിൽ ഒരു കുട്ടി മാത്രം തന്റെ അച്ഛൻ വെങ്കടേഷ് വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. അച്ഛൻ വരുമ്പോൾ പടക്കമൊക്കെ കൊണ്ടുവരും എന്നവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ വന്ന് അവനെ മുകൾ നിലയിൽ നിന്ന് വിളിച്ച് താഴേക്ക് കൊണ്ടുപോന്നു. ആ സമയത്താണ് അവരുടെ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങുന്നത്. വെങ്കടേഷിന്റെ ഭാര്യ വന്ന് വാതിൽ തുറന്നു. മുമ്പിൽ കണ്ടത് ഗിഫ്റ്റുമായി എത്തിയിരിക്കുന്ന വിൻസെന്റ് എന്ന വ്യക്തിയെയും മറ്റ് രണ്ടുപേരെയുമായിരുന്നു. തങ്ങൾ GK ടയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലാണെന്നും വെങ്കടേഷ് സാർ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡീലറാണെന്നും ദീപാവലി ഗിഫ്റ്റ് തരാൻ വന്നതാണ് എന്നും വിൻസെന്റ് അവരോട് പറഞ്ഞു. വെങ്കടേഷിന്റെ ഭാര്യയും അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചിരുത്തി. വെങ്കടേഷ് ഉടൻ എത്തിച്ചേരും എന്നും അറിയിച്ചു. അടുക്കളയിൽ പോയി കോഫി വെക്കുന്ന സമയം തന്റെ ഭർത്താവ് വെങ്കടേഷിനെ കോൾ ചെയ്ത് അവർ വെങ്കടേഷിനോട് കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെ ആരും വരാനില്ലല്ലോ എന്നായിരുന്നു വെങ്കടേഷ് പറഞ്ഞത്. പിന്നാലെ വന്നവരിൽ തന്റെ സംശയവും വെങ്കടേഷ് ഉന്നയിക്കുകയാണ്. സംശയത്തോടെ ഭാര്യ ചെന്ന് നോക്കുമ്പോൾ കണ്ടത് വന്നവർ പ്രശ്നക്കാരാണെന്നതിന്റെ സൂചനകളായിരുന്നു. ഭയന്നവർ ഭർത്താവിന് വീണ്ടും ഫോൺ ചെയ്തു. ഓട്ടോയിൽ വീട്ടിലേക്കെത്തുകയായിരുന്ന വെങ്കടേഷ് വേഗത്തിൽ ഓട്ടോ ഇറങ്ങി വീട്ടിലേക്ക് നടന്നു ചെല്ലവേ എതിരെ വന്ന അജ്ഞാതനായിട്ടുള്ള ഒരു വ്യക്തി വെങ്കടേഷിന്റെ നെഞ്ചിൽ സൂചി പോലുള്ള ഒരു ആയുധം കുത്തിയിറക്കി വെങ്കടേഷിനെ കൊലപ്പെടുത്തുകയാണ്. വെങ്കടേഷ് കൊല്ലപ്പെട്ടു വീണു. അധികം വൈകാതെ വീടിനുള്ളിൽ വെങ്കടേഷിന്റെ ഭാര്യയും ചെറിയ മകനും കൂടി കൊല്ലപ്പെടുകയായിരുന്നു. കഥ അവിടെ നിന്നും കേരളത്തിലെ ഇടുക്കി ജില്ലയിലേക്ക് നീങ്ങുകയാണ്. അവിടെ ഒരു ഇടവകയിൽ പള്ളിപ്പെരുന്നാൾ നടക്കാനിരിക്കുകയാണ്. പള്ളിപ്പെരുന്നാളിന്റെ പ്രധാന നടത്തിപ്പുകാരൻ വക്കച്ചൻ വലിയ ടെൻഷനിലായിരുന്നു. കാര്യം ആ ഗ്രാമത്തിൽ ജോസ് എന്ന് പറയപ്പെടുന്ന വളരെ വലിയ പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. എല്ലാ പള്ളിപ്പെരുന്നാളിനും ജോസ് വക ഒരടി ഉറപ്പാണ്. വക്കച്ചൻ അതിന്റെ പേരിൽ അവരുണ്ടാക്കുന്ന കടകളിലും മറ്റുമായി വലിയ നഷ്ടം വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തവണ പള്ളിപ്പെരുന്നാൾ നടക്കുമ്പോ ജോസ് അവിടെ ഉണ്ടാവരുത് എന്ന കാര്യം പള്ളിയിലച്ഛനുമായി വികാരിയുമായി സംസാരിക്കാൻ എത്തിയതായിരുന്നു വക്കച്ചൻ. കാര്യങ്ങൾ വക്കച്ചൻ വിശദീകരിച്ചപ്പോ ജോസ് ഇല്ലാതിരിക്കുന്നതാണ് പള്ളിപ്പെരുന്നാൾ നല്ല രീതിയിൽ നടക്കാൻ നല്ലത് എന്ന് അച്ഛനും തോന്നി. പക്ഷേ ജോസിനോട് അത് നേരിട്ട് പറയാൻ ആർക്കും ധൈര്യമില്ല. വക്കച്ചന് അതിനും ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ജോസിന് ഈ ലോകത്തിൽ ആകെ പേടിയുള്ളത് ജോസിന്റെ പെറ്റമ്മയെ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ അരുവിപ്പുറത്ത് റോസാക്കുട്ടിയെ. അങ്ങനെ ജോസിന്റെ അമ്മയായ റോസാക്കുട്ടിയോട് കാര്യം പറയാം. ജോസിനെ പള്ളിപ്പെരുന്നാൾ നടക്കുന്ന ദിവസങ്ങളിൽ കൊടൈക്കനാലിലേക്ക് ടൂറിനയക്കാം. എല്ലാ ചെലവും താനെടുത്തോളാം എന്നും വക്കച്ചൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം വക്കച്ചനും പള്ളിയിലെ കൈക്കാരനും കൂടി ചെന്ന് റോസാക്കുട്ടി ചേടത്തിയെ കണ്ടു. കാര്യം റോസാക്കുട്ടി ചേടത്തിയെ അറിയിച്ചു. ജോസിനെ പറഞ്ഞയക്കുന്ന ഉത്തരവാദിത്തം റോസാക്കുട്ടി ചേടത്തി ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ പള്ളിപ്പെരുന്നാൾ നടക്കുന്നതിന്റെ അതേ ദിവസം രാവിലെ റോസാക്കുട്ടി ചേടത്തി തന്റെ മകൻ ജോസിനെ, കൃത്യമായി പറഞ്ഞാൽ ടർബോ ജോസ് എന്ന് വിളിപ്പേരുള്ള ജോസേട്ടായിയെ കൊടൈക്കനാലിലേക്ക് ചട്ടം കെട്ടി അയക്കുകയാണ്. താനൊരു പ്രശ്നമുണ്ടാക്കില്ല, ദൂരെ നിന്ന് പള്ളിപ്പെരുന്നാൾ കണ്ടോളാം എന്നുവരെ ജോസേട്ടായി പറഞ്ഞു നോക്കിയെങ്കിലും റോസക്കുട്ടി അതിന് സമ്മതിച്ചതേയില്ല. ആ സമയത്തായിരുന്നു അങ്ങോട്ടേക്ക് ജോസേട്ടായുടെ സുഹൃത്തുക്കളായ ജെറിയും സംഘവും വന്നെത്തുന്നത്. ജോസേട്ടായില്ലാതെ എന്ത് പെരുന്നാൾ ആഘോഷം എന്നൊക്കെ പറഞ്ഞ് റോസാക്കുട്ടി ചേടത്തിയുടെ മനസ്സ് മാറ്റാൻ അവർ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയിച്ചില്ല. കൊടൈക്കനാലിൽ പോയി അവിടെ നിന്ന് തന്നെ വിളിക്കണം എന്ന് പറഞ്ഞ് ജെറി വന്ന് ജീപ്പിൽ കയറി പള്ളിയിലേക്ക് റോസാക്കുട്ടി ചേടത്തി പോയി. ജോസും നേരെ കൊടൈക്കനാലിലേക്ക് എന്ന രീതിയിൽ പുറപ്പെട്ടു. പക്ഷേ ഇതേ സമയം പള്ളിപ്പെരുന്നാള് ലക്ഷ്യമാക്കി ഒരു ഗുണ്ടാ സംഘം എത്തുന്നുണ്ടായിരുന്നു. അരിവാൾ സാബുവും സംഘവുമായിരുന്നു അത്. കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് ജോസേട്ടായിയും അരിവാൾ സാബുവും സംഘവും ഒന്ന് കോർത്തതാണ്. ഈ പള്ളിപ്പെരുന്നാളിന് അതിന് പ്രതികാരം തീർക്കാൻ അവർ എത്തുന്നതാണ് എന്നായിരുന്നു നാട്ടുകാരടക്കം ചിന്തിച്ചത്. അങ്ങനെ പള്ളിപ്പെരുന്നാളിന്റെ രാത്രി ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ അരിവാൾ ജോസും സംഘവും പള്ളിപ്പറമ്പിലേക്കെത്തി. ആഘോഷങ്ങളിൽ പങ്കെടുത്തു നിൽക്കുകയായിരുന്ന ജെറിക്ക് നേരെ വന്ന അരിവാൾ സാബു ജെറിയെ ചവിട്ടി വീഴ്ത്തി ആക്രമിക്കാൻ ആരംഭിക്കുകയാണ്. ജെറിയും സംഘവും അരിവാൾ സാബുവിനും ഗുണ്ടകൾക്കുമെതിരെ ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഒരു ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോ അവര് പേടിച്ചോടാൻ ആരംഭിക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഒരു ജീപ്പ് പാഞ്ഞു വരാൻ ആരംഭിച്ചു. അത് കണ്ട മാത്രയിൽ ജെറിയുടെ മുഖത്തൊക്കെ ഒരു തെളിച്ചം വന്നിരുന്നു. ആ വരുന്നത് അവരുടെ ജോസേട്ടായിയാണ്, ടർബോ ജോസാണ് എന്നവർക്കറിയാമായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, അവിടെ നടന്നത് ടർബോ ജോസിന്റെ ഒരു മെഗാ ഷോ തന്നെയായിരുന്നു. അരിവാൾ സാബുവിനെയും സംഘത്തെയും ടർബോ ജോസ് അടിച്ചൊതുക്കി. പക്ഷേ അടികഴിഞ്ഞതും ജോസേട്ടായിയുടെ അമ്മ റോസക്കുട്ടി പിടിച്ച പിടിയാൽ പിടികൂടുകയാണ്. എല്ലാം കഴിഞ്ഞെന്ന് അവർ കരുതി നിന്ന ആ സമയത്തായിരുന്നു ഗുണ്ടാ സംഘത്തിലെ ഒരുത്തൻ പിന്നിൽ നിന്നും വന്ന് ജെറിയെ തലക്കടിച്ചു വീഴ്ത്തുന്നത്. ഉടനടി ഏവരും ചേർന്ന് ജെറിയെ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നാലെ ജോസേട്ടായും കൂടി അങ്ങോട്ടേക്കെത്തി. തലക്കടിയേറ്റെത്തിയതുകൊണ്ട് ജെറിയെ മയക്കിക്കെടുത്തിയിരിക്കുകയായിരുന്നു. കൃത്യം ആ സമയമാണ് ജോസേട്ടായുടെ സുഹൃത്തും അവിടുത്തെ ഇൻസ്പെക്ടറുമായ ഡേവിസ് അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്.
ഡേവിസ് എത്തി അവിടുണ്ടായ കാര്യങ്ങളുടെ സത്യാവസ്ഥ ജോസേട്ടായിയോട് വിശദീകരിച്ചു. യാഥാർത്ഥ്യത്തിൽ ജോസേട്ടായിക്കെതിരെ പ്രതികാരം തീർക്കാൻ വന്നതായിരുന്നില്ല അരിവാൾ സാബുവും സംഘവും. അത് ജെറിക്കെതിരെയുള്ള കൊട്ടേഷനായിരുന്നു. തൃശൂരുള്ള ഏതോ വലിയ കുടുംബത്തിലെ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ജെറി പ്രണയത്തിലാണെന്നും ആ പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് അടുത്ത ദിവസമെന്നും അതിനു മുമ്പേ രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള പദ്ധതിയിലായിരുന്നു ഇന്ദു എന്ന് പേരുള്ള ആ പെൺകുട്ടിയും ജെറിയുമെന്നും ഡേവിസ് വിശദീകരിച്ചു. അത് തടയാനും ജെറിയെ ഒഴിവാക്കാനുമാണ് ആ വലിയ വീട്ടുകാർ ജെറിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തത് എന്നും ഡേവിസ് കൂട്ടിച്ചേർത്തു. ഒന്നും പോരാത്തതിന് ജെറി മയങ്ങിക്കിടക്കുകയാണല്ലോ, അതുകൊണ്ട് ജെറിയുടെ പെണ്ണിനെ കടത്തിക്കൊണ്ടുവന്ന് ജെറിയുമായി ഒന്നു ചേർപ്പിക്കണം എന്നൊക്കെ കൂട്ടത്തിലുള്ളവർ പ്രോത്സാഹിപ്പിച്ചപ്പോ അതൊരു ഹീറോയിക് ആക്ഷൻ കൂടിയാണ് എന്ന് പാവത്താൻ ജോസേട്ടായിക്ക് അങ്ങ് തോന്നുകയാണ്. എങ്കിൽ പിന്നെ അങ്ങനായി കളയാം എന്ന് ജോസേട്ടായും ഉറപ്പിച്ചു. പക്ഷെ ഇന്ദു എന്ന പെൺകുട്ടിയെപ്പറ്റി ആർക്കും ഒരു അറിവുമില്ല. അങ്ങനെ ഇന്ദുവിനെ പറ്റി മനസ്സിലാക്കുവാൻ അവർ ജെറിയുടെ ഫോൺ അങ്ങ് പരിശോധിച്ചു. ഫോൺ നോക്കുമ്പോ അതിനുള്ളിൽ 5 ഇന്ദുക്കളുണ്ട്. ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബമ്പർ, ഇന്ദു ടിൻഡർ, ഇന്ദൂസ്, അങ്ങനെയൊക്കെ പേരുകൾ. ഇതിൽ ഏതിന്ദുവാണ് എന്നറിയാൻ അവർ ഓരോരുത്തരെയായി വിളിക്കാനും മറ്റും ആരംഭിച്ചു. ജെറി അക്ഷരാർത്ഥത്തിൽ നല്ലൊരു കോഴിയായിരുന്നു എന്നും അവിടെ വെച്ച് വ്യക്തമാകുന്നുണ്ട്. പിന്നാലെ ഇന്ദുവിനെ കോൾ ചെയ്ത് കൃത്യമായി കണക്ട് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോവാൻ എത്തിക്കും എന്നും ജോസേട്ടായും സംഘവും അറിയിച്ചു. അടുത്ത ദിവസം പുലർച്ചെയോടെ ഇന്ദുവിന്റെ വീട്ടിലേക്ക് ജോസേട്ടായി വന്നെത്തുകയാണ്. അപ്പോഴേക്കും പുറപ്പെട്ടു പോരുവാൻ തയ്യാറെടുത്ത് ഇന്ദു തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ദു തന്റെ അനിയത്തി നിരഞ്ജനയോട് ആ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും വിശദീകരിക്കുകയും ചെയ്തു. ആദ്യം സംസാരിച്ചൊതുക്കി ഇന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോവാനാണ് ജോസേട്ടായി ശ്രമിച്ചതെങ്കിലും ഇന്ദുവിന്റെ വീട്ടുകാർ ഇടഞ്ഞതോടെ ജോസേട്ടായിക്ക് അവിടെ ഒരു ഫൈറ്റ് നടത്തേണ്ടി വന്നു. ഒടുവിൽ ഇന്ദുവുമായി ജോസേട്ടായി അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ട് രാത്രിയോടെ ജോസേട്ടായി ജെറിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ജെറിയുടെ കുടുംബം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ദു പെട്ടെന്ന് അങ്ങനെ വീട്ടിലേക്ക് വന്നത് കണ്ട് ജോസേട്ടായി ഇന്ദുവിനെയും കൂട്ടിക്കൊണ്ടു വന്നത് കണ്ട് ജെറിയൊന്ന് പാനിക്കായി. തനിക്ക് ഇന്ദുവിനെ പരിചയം പോലുമില്ല എന്ന് പറഞ്ഞ് ജെറി നെയ്സായി അങ്ങ് കൈയൊഴിഞ്ഞു. ഇന്ദുവാണെങ്കിൽ കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരാണെങ്കിൽ പണി പാളിയെന്നറിഞ്ഞതും അവിടെ നിന്ന് ഓടി മാറി. ഒടുവിൽ ഇന്ദുവുമായി ജോസേട്ടായിക്ക് അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ടി വരികയാണ്. ജീപ്പിൽ ഇന്ദുവുമായി പോകുന്ന വഴിക്ക് മുഴുവൻ ജെറി പ്രേമിച്ച് പറ്റിച്ചതാണെന്ന് കുട്ടിക്ക് അറിയാൻ പാടില്ലേ, കൊച്ചിനെന്താ ബോധമില്ലേ എന്ന തരത്തിലൊക്കെ ജോസേട്ടായുടെ ഉപദേശങ്ങളായിരുന്നു. ഇന്ദു എന്തു ചെയ്യാൻ ഒക്കെയും കേട്ടിരുന്നു. ഒടുവിൽ തന്നെ ചെന്നൈക്കുള്ള ബസ്സിൽ കയറ്റിവിട്ടാ മതി, തന്റെ ജോലി അവിടെയാ എന്നിന്ദു ജോസേട്ടായോട് പറഞ്ഞു. ജോസേട്ടായും അത്തരത്തിൽ ചെന്നൈക്ക് പോകുന്ന ബസ്സിൽ ഇന്ദുവിനെ കയറ്റിവിടുകയാണ്. പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു എന്ന് ജോസേട്ടായി ചിന്തിച്ചെങ്കിലും പ്രശ്നങ്ങൾ അങ്ങ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ജോസേട്ടായി തിരികെ വീട്ടിലെത്തുമ്പോ വീട് മുഴുവൻ പോലീസാണ്. അമ്മയെ വിളിച്ചപ്പോ അമ്മ റോസാക്കുട്ടിയാണെങ്കിൽ വല്ലാത്ത കലിപ്പിലും ജോസേട്ടായി പിടിച്ചുകൊണ്ടുവന്ന പെണ്ണിനെ തിരികെ അവരുടെ വീട്ടിലെത്തിച്ചാലേ ജോസേട്ടായിയെ വീട്ടിലേക്ക് കയറ്റൂ എന്ന് റോസാക്കുട്ടിയമ്മ തറപ്പിച്ചു പറഞ്ഞു. പിന്നാലെ ഡേവിസും ജോസേട്ടായുടെ അടുത്തെത്തി കംപ്ലീറ്റ് പണി പാളിയെന്നും ഭവനഭേദനവും വധശ്രമവും പെണ്ണിനെ കടത്തിക്കൊണ്ടു പോകലുമൊക്കെയ കേസുമെന്നും എത്രയും വേഗം ആ പെണ്ണിനെ കണ്ടുപിടിച്ച് വീട്ടിൽ തിരിച്ചേൽപ്പിച്ച എങ്ങനെങ്കിലും ഇത് ഒതുക്കി തീർക്കാം. പെണ്ണിന്റെ വീട്ടുകാർ മിലിറ്ററിക്കാരും വലിയ പ്രമാണികളുമൊക്കെയ ചെറുതായി പണി പാളിയിട്ടുണ്ട് എന്ന് ജോസേട്ടായോട് പറഞ്ഞു. അങ്ങനെ മറ്റു വഴികളില്ലാതെ ഇന്ദുവിനെ കേറ്റിവിട്ട് ബസ്സിന് പിന്നാലെ പാഞ്ഞു ചെന്ന ജോസേട്ടായി ഇന്ദുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലേക്ക് പോവാൻ നിർബന്ധിക്കുകയും മറ്റുമാണ്. കൂടെ വരാൻ പറഞ്ഞെങ്കിലും വീട് വിട്ടുവന്ന ഇന്ദുവിന് അങ്ങോട്ടേക്ക് തിരികെ പോവാൻ പറ്റുമായിരുന്നില്ല. അതോടെ മറ്റു വഴികളില്ലാതെ ഇന്ദുവിനൊപ്പം ഇന്ദു പോകുന്ന ചെന്നൈയിലേക്ക് തന്നെ പോകുവാൻ ജോസേട്ടായി നിർബന്ധിതനായി. ബസ്സിൽ പോകുന്ന വഴിക്ക് ഇന്ദുവുമായി ജോസേട്ടായി സംസാരിച്ചു. ഇന്ദു ബാങ്കിലെ ജോലിക്കാരിയാണെന്നും ജോലി ചെയ്യുന്ന ഇടവുമൊക്കെ ജോസേട്ടായി മനസ്സിലാക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചെന്നൈയിൽ എത്തിയാൽ ചെന്നൈ ഒന്ന് ചുറ്റിയിട്ട് അന്ന് തന്നെ തിരിച്ചു പോകാം എന്നും ജോസേട്ടായി അവളോടായി പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ ഇന്ദുവിനെ കണ്ടുപിടിക്കാൻ അവർ ബുദ്ധിമുട്ടിയ കാര്യവും ജെറിയുടെ ഫോൺ നോക്കിയപ്പോ അതിൽ ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ടിൻഡർ, ഇന്ദു ബമ്പിൾ എന്നൊക്കെ പേരുകളുള്ള കാര്യവുമൊക്കെ സാധാഗതിയിൽ പാവത്തൻ ജോസേട്ടായി ഇന്ദുവിനോടങ്ങ് പറഞ്ഞുപോയി. ജെറി ഒരു ഭൂലോക ഫ്രോഡാണ് എന്ന് ആ സമയം ഇന്ദുവിനങ്ങ് തോന്നുകയാണ്. കൃത്യസമയം ജെറി ഇന്ദുവിനെ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും ദേഷ്യത്തിൽ ഇന്ദു അത് കട്ട് ചെയ്തു. പിറ്റേന്ന് ജോസേട്ടായി ഉറക്കത്തിൽ നിന്ന് ചെന്നൈയിലെത്തി കണ്ണു തുറക്കുമ്പോ ഇന്ദു അവിടെ ഉണ്ടായിരുന്നില്ല. ജോസേട്ടായിയെ വിട്ട് ഇന്ദു പോയി കഴിഞ്ഞിരുന്നു. ഒരു തരത്തിൽ അന്വേഷിച്ചു പിടിച്ച് ഇന്ദു ജോലി ചെയ്യുന്ന ബാങ്കിലേക്ക് ജോസേട്ടായി വന്നെത്തുകയാണ്. മറുവശത്ത് ഇന്ദുവാണെങ്കിലോ ബാങ്കിലെ ജോലി തിരക്കിലേക്ക് കടന്നിരുന്നു. ഇന്ദു ലോൺ ശരിയാക്കി കൊടുത്ത് ഇന്ദുവിന്റെ ഒരു പ്രധാന ക്ലയന്റ് ഉണ്ട്. വലിയ കാർ ഷോറൂം മുതലാളിയായ ആൻഡ്രൂ എന്നൊരു വ്യക്തി പുതിയ ഷോറൂം ബിൽഡിംഗ് പണിയാരംഭിക്കുന്നതിന്റെ പൂജാ ചടങ്ങുകൾക്ക് ഇന്ദുവിനെ ക്ഷണിക്കാനായി ആൻഡ്രൂ എത്തിയിരുന്നു. ക്ഷണിച്ച ശേഷം ആൻഡ്രൂ പോവുകയും ചെയ്തു. പിന്നാലെ XMLA ആയ ദില്ലി ബാബു അങ്ങോട്ടേക്ക് വന്നു. കൃത്യമായ ഡോക്യുമെന്റ്സ് ഇല്ലാത്ത ഇടത്തിന് ലോൺ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇന്ദുവിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇന്ദു പക്ഷേ സ്ട്രിക്റ്റ് ആയി ജോലി നോക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിയെ വിളിപ്പിച്ച് ദില്ലി ബാബുവിനെ
ഇന്ദുവിനെ പിടിച്ച് പുറത്താക്കുകയാണ്. ദില്ലി ബാബുവിന് അത് അപമാനമായി തോന്നിയിരുന്നു. ആ സമയമാണ് ജോസേട്ടായി അകത്തേക്ക് കടന്നു വരുന്നത്. ഇന്ദുവിനടുത്തെത്തിയ ജോസേട്ടായി തിരികെ പോവാമെന്ന് പറഞ്ഞതല്ലേ, തിരികെ വാ എന്നൊക്കെ പറഞ്ഞ് ഇന്ദുവിനോട് സംസാരിച്ചെങ്കിലും ഇന്ദു ജോസേട്ടായിയെ ഒഴിവാക്കാൻ നോക്കുകയാണ്. സാധാ രീതിയിൽ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് കണ്ടതും ജോസേട്ടായി ഇന്ദുവിനോടൊന്ന് കയർത്തു നോക്കി. അതോടെ ജോസേട്ടായിയെയും സെക്യൂരിറ്റിയെ വിളിച്ച് ഇന്ദു പുറത്താക്കി. തെരുവിലായ ജോസേട്ടായി അമ്മയെ വിളിച്ച് ഇന്ദുവിനൊരു കുഴപ്പമില്ലെന്നും ആ പെണ്ണിവിടെ ജോലി നോക്കുക, താൻ വീട്ടിലേക്ക് തിരിച്ചു വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചെങ്കിലും ആ പെണ്ണിനെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാതെ നിന്നെ വീട്ടിലേക്ക് കേറ്റില്ല എന്ന് പറഞ്ഞ തീരുമാനത്തിൽ റോസക്കുട്ടിച്ചേടത്തി ഉറച്ചങ്ങ് നിൽക്കുകയാണ്. അതോടെ തൽക്കാലത്തേക്ക് ചെന്നൈയിലൊരു റൂം എടുത്ത് തങ്ങാൻ ജോസേട്ടായി തീരുമാനിച്ചു. ചൂടുവെള്ളം കിട്ടും എന്ന് പറഞ്ഞ് ജോസേട്ടായി അവിടെ ഒരു ചെറിയ ലോഡ്ജിൽ റൂം എടുത്തു. പക്ഷേ റൂമിലെത്തിയപ്പോഴോ ചൂടുവെള്ളവുമില്ല, കുളിക്കാനും പറ്റില്ല. അതോടെ റിസപ്ഷനിസ്റ്റുമായി താൻ കൊടുത്ത അഡ്വാൻസ് പണം തിരികെ ചോദിച്ച് ജോസേട്ടായി പ്രശ്നമുണ്ടാക്കി. അയാളത് കൊടുക്കില്ലെന്ന് പറഞ്ഞതും റിസപ്ഷനിസ്റ്റിനെ ജോസേട്ടായി തല്ലി. അതോടെ സംഭവം പോലീസ് സ്റ്റേഷനിലും എത്തി. ചെന്നൈയിൽ ജോസേട്ടായിക്ക് പരിചയമുള്ള ഒരേ ഒരു വ്യക്തി ഇന്ദുവാണല്ലോ. പോലീസ് സ്റ്റേഷനിൽ നിന്നും ജോസേട്ടായിയുടെ പേര് പറഞ്ഞ് ഇന്ദു വിളിപ്പിക്കപ്പെടുകയാണ്. ഇന്ദു അങ്ങോട്ടേക്ക് വന്നു. പോലീസുകാരനുമായി സംസാരിച്ചു. കുറച്ച് പൈസയടച്ച് പ്രശ്നം ഒതുക്കി തീർക്കുവാനായിരുന്നു പോലീസുകാരൻ അവരോട് ഉപദേശിച്ചത്. പറഞ്ഞ പോലെ തന്നെ ഇന്ദു പ്രവർത്തിക്കുകയും ജോസേട്ടായിയെ ഇറക്കിക്കൊണ്ടുവരികയും ചെയ്തു. ജോസേട്ടായിയോട് പിന്നാലെ ഇന്ദു ദേഷ്യപ്പെട്ടു. ഇനി ഇതുപോലെ പ്രശ്നമുണ്ടാക്കിയാൽ താൻ വരില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രിയിലെ പോവാൻ നിന്നതാ, അതിന്റെ ഇടയിലാ ഈ സ്കാം നടന്ന് താൻ പറ്റിക്കപ്പെട്ടത്, തന്റെ കുഴപ്പമല്ല എന്നൊക്കെ ജോസേട്ടായി ഇന്ദുവിനോട് വിശദീകരിക്കുവാണ്. താനൊന്നും കഴിച്ചിട്ടുകൂടിയില്ല, ഒന്ന് കുളിച്ചിട്ടുകൂടിയില്ല എന്ന് ജോസേട്ടായി പറഞ്ഞതും താൻ കാരണമാണല്ലോ ജോസേട്ടായിക്കും ഈ അവസ്ഥ വന്നത് എന്നോർത്ത ഇന്ദു ജോസേട്ടായിയെ സഹായിക്കാൻ തീരുമാനിക്കുന്നു. തന്റെ താമസ സ്ഥലത്തേക്ക് ഇന്ദു ജോസേട്ടായിയെ കൂടെ കൂട്ടുകയാണ്. ജോസേട്ടായി വീട്ടിലുള്ള സമയത്തേക്കായിരുന്നു അവിടെ കോളേജിൽ പഠിക്കുന്ന ഇന്ദുവിന്റെ അനിയത്തി നിരഞ്ജനയും വന്നെത്തുന്നത്. വീട്ടിലുള്ള പ്രശ്നങ്ങളെ പറ്റിയും പോലീസ് കേസിനെ പറ്റിയുമൊക്കെ നിരഞ്ജന ഇന്ദുവിനോട് വിശദീകരിച്ചു. ഒരു തരത്തിലാ എക്സാമിന്റെ പേര് പറഞ്ഞ് താൻ കേറിപ്പോന്നത് എന്നൊക്കെ നിരഞ്ജന പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ഫ്ലൈറ്റിൽ വെച്ച് ജെറിയെ കണ്ടെന്നും ജെറിച്ചേട്ടനുമായി സംസാരിച്ചെന്നും നിരഞ്ജന പറഞ്ഞു. ജെറിയുടെ അച്ഛൻ അറ്റാക്ക് കഴിഞ്ഞ വ്യക്തിയാണെന്നും 2 അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നതാ. അന്ന് രാത്രിയില് പെട്ടെന്നങ്ങനെ വരുമ്പോ ജെറിച്ചേട്ടന് മറ്റു വഴികളില്ലാത്തതുകൊണ്ട് അറിയാത്ത പോലെ ഭാവിച്ചത് എന്നൊക്കെ ജെറിച്ചേട്ടൻ പറഞ്ഞെന്നും അതിൽ ജെറിച്ചേട്ടന്റെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല എന്നുമൊക്കെ നിരഞ്ജന പറയുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ ജോസേട്ടായി ആണെങ്കിൽ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. നിരഞ്ജന കുറച്ചു പണം ചിലവിനായി ജോസേട്ടായിക്ക് കൊടുത്തു. വാതിൽ തുറന്ന് ജോസേട്ടായി പോവാനിറങ്ങുമ്പോഴാണ് വാതിലിന് മുമ്പിൽ ജെറി വന്നു നിൽക്കുന്നത്. ഇന്ദുവിനെ കാണുവാൻ എത്തിയതായിരുന്നു ജെറി. ജോസേട്ടായിയെ കണ്ട് ജെറിക്ക് ദേഷ്യം വന്നു. വേറെയൊന്നും സംസാരിക്കാതെ നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞ് ജോസേട്ടായി പുറത്തേക്ക് മാറി നിന്നു. അന്ന് രാത്രിയിലെ തന്റെ നിസ്സഹായാവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ജെറി ഇന്ദുവിനോട് മാപ്പ് ചോദിക്കാനും വീണ്ടും ഒന്നുചേരുവാനും ശ്രമിച്ചു. ഇന്ദുവും അതിനൊന്നും ഒന്നും പറഞ്ഞില്ല. അന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ ക്ഷമിക്കുകയും ചെയ്യാം. പക്ഷെ നിന്റെ ഫോണിലുള്ള ഈ ഇന്ദു ഇൻസ്റ്റ, ഇന്ദു ബംബിൾ, ഇന്ദു ടിൻഡർ ഒക്കെ ആരാ എന്നാ ഈ ഇന്ദുവിന്റെ ചോദ്യം. ജെറി താൻ പെട്ടെന്ന് മനസ്സിലാക്കി. ജെറിയുടെ മുഖത്തടിച്ച ഇന്ദു അവന് മുമ്പിൽ വാതിലടച്ചു. പുറത്തേക്ക് ഇറങ്ങി വന്ന ജെറി നേരെ ജോസേട്ടായിയുടെ മുമ്പിലെത്തി. ജോസേട്ടായി വഴിയാണ് ഇന്ദു അത് അറിഞ്ഞത് എന്ന് ജെറിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ജെറി ജോസേട്ടായിയെ ചോദ്യം ചെയ്തു. ജോസേട്ടായി ആണെങ്കിൽ ആകെ പെട്ടുപോയിരുന്നു. താൻ അറിയാതെ പറഞ്ഞുപോയതാ എന്ന് ജോസേട്ടായി അവനോട് പറഞ്ഞു. നിങ്ങളെന്ത് മനുഷ്യനെ ജോസേട്ടായി, അതൊക്കെ ഇവിടെ പരിചയപ്പെടുന്നതിന് ഒരുപാട് മുമ്പുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ച് ജെറി ജോസേട്ടായിയോട് ദേഷ്യപ്പെട്ടു. ജോസേട്ടായിയോട് പിണങ്ങി അവിടെ നിന്ന് പോവുകയും ചെയ്തു. തിരികെ പോവാമെന്ന് കരുതി ജോസേട്ടായി നിൽക്കുമ്പോഴാണ് ഡേവിസിന്റെ കോൾ വരുന്നത്. അവിടെ ആകെ പ്രശ്നമാണെന്നും കേസ് സ്ട്രോങ് ആണെന്നും അങ്ങോട്ടേക്കപ്പോൾ വരണ്ടെന്നും ജയിലേക്ക് കിടക്കേണ്ടി വരുമെന്നും ഡേവിസ് ജോസേട്ടായിയോട് പറയുകയാണ്. അതോടെ ജോസേട്ടായി ചെന്നൈയിൽ തുടരാൻ തീരുമാനിച്ചു. ജെറിയാണെങ്കിൽ അന്ന് വൈകിയായിരുന്നു തന്റെ ബാങ്കിലേക്ക് എത്തുന്നത്. ജെറി ഒരു ബാങ്കിലെ മാനേജറാണ്. തന്റെ സുപ്പീരിയർ ഓഫീസർ ജെറി വൈകി വന്നതിന്റെ പേരിൽ ജെറിയെ വിളിപ്പിച്ച് നല്ല രീതിയിൽ ശകാരിച്ചു. ശേഷം ജെറി അവിടെ നിന്ന് ഇറങ്ങി വന്ന് തന്റെ റൂമിൽ റെസ്റ്റ് എടുക്കാൻ ആരംഭിച്ചു. ആ സമയത്താണ് ജെറിയുടെ കൂട്ടുകാരിയും ബാങ്കിലെ എംപ്ലോയിയുമായ സിത്തു എന്ന് വിളിക്കുന്ന സിത്താര ജെറിക്ക് അടുത്തേക്ക് വരുന്നത്. ജെറിയുടെ പാസ്കി വെച്ച് മരിച്ചുപോയ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് 70 ലക്ഷം രൂപ മറ്റു കുറച്ചാളുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു. ജെറിയാണത് ചെയ്തതെങ്കിൽ ആ പണം തിരികെ വെച്ച് എന്ന് സിത്തു ജെറിയോട് പറഞ്ഞു. ജെറിക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല സിത്തു കാര്യമെന്തെന്ന് കൃത്യമായി സിത്താരയോട് ചോദിച്ചു. സിത്താര അതോടെ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ജെറി പെരുന്നാളിന് ലീവ് എടുത്ത് നാട്ടിൽ പോയിരുന്ന സമയത്ത് ബാങ്കിലേക്ക് ഒരു കുടുംബം വന്നിരുന്നു. വെങ്കടേഷ് എന്നായിരുന്നു ആ പയ്യന്റെ പേര്. ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അവരുടെ അച്ഛന് ഇതേ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. 8 കൊല്ലം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ 10 തവണകളായി ട്രാൻസ്ഫർ ആയി എന്ന മെസ്സേജ് അച്ഛന്റെ പഴയ മൊബൈൽ ഫോണിലേക്ക് അവർക്ക് ലഭിച്ചത്രേ. അതിനെപ്പറ്റി അന്വേഷിക്കാൻ എത്തിയതായിരുന്നു അവർ. അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് സിത്താര അവരെ തിരിച്ചയച്ചു. സിത്താര അത് പരിശോധിച്ചു.
പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ജെറിയുടെ പാസ് കീ വെച്ച് മാനുവലായിട്ടാണ് 8 കൊല്ലം മുമ്പ് മരിച്ചുപോയ വെങ്കടേശന്റെ അച്ഛന്റെ പേരിലുള്ള അക്കൗണ്ടിൽ നിന്ന് 70 ലക്ഷം രൂപ പല അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത് കംപ്ലൈന്റ് വാങ്ങി താൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്ന് സിത്താര ജെറിയോട് പറഞ്ഞു. ഇതുപോലുള്ള കംപ്ലൈന്റുമായി ആരെങ്കിലും വന്നോ എന്ന് ജെറി ചോദിച്ചപ്പോ ആരും വന്നിട്ടില്ല, പിന്നെ ആ ഫാമിലിയും വന്നിട്ടില്ല എന്നായിരുന്നു സിത്താരയുടെ മറുപടി. ജെറി പിന്നാലെ അതിനെപ്പറ്റി നല്ല രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയാണ്. ചില കാര്യങ്ങൾ ജെറി മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അന്ന് വൈകുന്നേരം ജെറി പുറത്തേക്കിറങ്ങാൻ നേരം ജോസേട്ടായി ജെറിയുടെ മുമ്പിലെത്തി. തനിക്ക് പോവാൻ മറ്റിടമില്ലെന്നും ജെറിക്ക് വേണ്ടി ചെയ്തല്ലേ ഇങ്ങനെയൊക്കെ ആയതെന്നും അഭയം തരണമെന്നും ജെറിയോട് പറഞ്ഞു. ജോസേട്ടായിയുടെ ദേഷ്യമുണ്ടെങ്കിലും തന്റെ കൂടെ താമസിച്ചോളാൻ ചെറിയ പിണക്കത്തോടെ ജെറി ജോസേട്ടായിയോട് പറഞ്ഞു. പക്ഷെ തന്നോട് മിണ്ടരുതെന്നും കൂട്ടിച്ചേർത്തു. ആ സമയത്താണ് സിത്താര അങ്ങോട്ടേക്ക് വന്നത്. സിത്താരക്കൊപ്പം ജെറി ഒരു കഫേയിലേക്ക് പോയി. അവിടെ ഇരുന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റിയും താൻ കണ്ടെത്തിയ വിവരങ്ങളെപ്പറ്റിയും ജെറി സിത്താരയോട് സംസാരിച്ചു. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ 10 കോടിയോളം രൂപ ജെറിയുടെ മാത്രം പാസ്കി വെച്ച് ഇതുപോലെ മരണപ്പെട്ടുപോയവരുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റു പലരുടെയും അക്കൗണ്ടുകളിലേക്കായി മാറ്റിയിട്ടുണ്ട് എന്ന് ജെറി പറഞ്ഞു. ഓരോ നഗരങ്ങളിലും മരണപ്പെട്ടുപോയ ആളുകളുടെ പേരിൽ ക്ലെയിം ചെയ്യപ്പെടാതെ പല കോടി രൂപകൾ കിടക്കുന്നുണ്ടാകും. അതിതുപോലെ മോഷ്ടിക്കുവാൻ പ്ലാൻ ചെയ്ത് വലിയ തോതിൽ വർക്ക് ചെയ്യുന്ന ഒരു സിൻഡിക്കേറ്റ് ആകാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുക എന്ന തന്റെ ഊഹം ജെറി പങ്കുവെച്ചു. അവർക്ക് തങ്ങളുടെ ബാങ്കിനുള്ളിലും വലിയ പിടിപാടുകൾ ഉണ്ടായേക്കാം, അവരുടെ ആളുകൾ ബാങ്കിനുള്ളിൽ കാണാം എന്നും ജെറി സംശയിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ബാങ്കിന്റെ ഇന്റേണൽ സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരാളോ അത് പോസിബിൾ അല്ല എന്ന തരത്തിൽ സിത്താര അഭിപ്രായപ്പെടുകയാണ്. ഈ സമയമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എതിരാളിയായിട്ടുള്ള വില്ലനായിട്ടുള്ള ആ വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നത്. വെട്രിവേൽ ഷൺമുഖസുന്ദരം എന്ന പേരുള്ള ഒരു കിങ് മേക്കർ. നിലവിൽ തമിഴ്നാട്ടിലെ സംസ്ഥാന ഭരണം തന്നെ അട്ടിമറിച്ച് MLA-കളെ വിലക്കി വാങ്ങി തന്റെ കീഴിൽ ഒരു പാവ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ. അയാളുടെ പ്രധാന കയ്യാളായിരുന്നു വെങ്കടേശനെയും കുടുംബത്തെയും അടക്കം ഇല്ലാതാക്കിയ വിൻസെന്റ്. നിലവിൽ പണം കൊടുത്തും മരണഭയം കാട്ടിയും പല ഘടകകക്ഷികളെയും അവരുടെ MLA-മാരെയും അയാൾ തന്റെ കീഴിലാക്കി കഴിഞ്ഞിരുന്നു. 30ഓളം MLA-മാർ അത്തരത്തിൽ ഭരണകക്ഷി വിട്ടു പോകുന്ന കാര്യവും അവരെ റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യവും രഹസ്യ വിവരം കിട്ടിയ ഒരു റിപ്പോർട്ടർ തങ്ങളുടെ ചാനലിലൂടെ പറഞ്ഞു. ഓരോ MLA-ക്കും 100 കോടി രൂപ വെച്ചാണ് ഓഫർ ചെയ്തിരിക്കുന്നത് എന്നും അവർ പറഞ്ഞിരുന്നു. ചാനലിൽ വന്ന റിപ്പോർട്ടിന്റെ കാര്യം വൈകാതെ വെട്രിവേലിന്റെ അടുത്തേക്ക് രാഷ്ട്രീയക്കാർ മുഖേന എത്തുകയാണ്. കാര്യങ്ങൾ അങ്ങനെ പുറത്തുപോയാൽ തങ്ങളുടെ പ്ലാനുകൾ തകർക്കപ്പെടും എന്നവർ വെട്രിവേലിനെ വാൺ ചെയ്തു. ആരെക്കൊന്നും എന്തും നേടണം, എന്തും പിടിച്ചടക്കണം എന്ന ചിന്താഗതിക്കാരനായിരുന്നു വെട്രിവേൽ. അന്ന് ചിന്തിക്കാതെ തനിക്കെതിരെ ആ വാർത്ത കൊടുത്ത് ആ മാധ്യമ പ്രവർത്തകയെ ആ വിവരം തന്നോട് പറയാൻ വന്നവരുടെ മുമ്പിൽ വെച്ച് തന്നെ തന്റെ ഫിഷറി ഫാക്ടറിയിലെ ഫിഷ് പ്രോസസിംഗ് മെഷീനിനകത്തേക്കിട്ട് വെട്രിവേൽ കൊലപ്പെടുത്തി ഇല്ലാതാക്കി. അത് കണ്ട് വന്നവരടക്കം ഒന്ന് ഞെട്ടിയിരുന്നു. നമ്മൾ ഈ സംസ്ഥാനം ഭരിക്കാൻ പോവുകയാണെന്നും ആർക്കും അത് തടയാൻ സാധിക്കില്ലെന്നും വെട്രിവേൽ വന്നവരോട് പറഞ്ഞു. അടുത്ത ദിവസം ജോസേട്ടായി വീണ്ടും ഇന്ദുവിനെ ചെന്ന് കണ്ടു. നാട്ടിലേക്ക് തിരികെ പോവാൻ പറ്റാത്ത അവസ്ഥയെപ്പറ്റി ഇന്ദുവിനോട് വിശദീകരിച്ച ജോസേട്ടായി അവിടെ ഒരു ജോലി ഏർപ്പാടാക്കി തരാമോ എന്ന് ഇന്ദുവിനോട് ചോദിച്ചു. ഇന്ദുവിന് ആ നഗരത്തിൽ അടുത്ത പരിചയമുള്ളത് കാർ ഷോറൂമുകളുടെ ഓണറായ ആൻഡ്രുവിനെ മാത്രമാണ്. ആൻഡ്രുവിന്റെ അടുക്കൽ ഡ്രൈവറായി ഒരു ജോലി ഇന്ദു ജോസേട്ടായിക്ക് ഏർപ്പാടാക്കി കൊടുത്തു. ആദ്യമൊക്കെ സാധാരണ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ വില കുറച്ചായിരുന്നു ആൻഡ്രുവും ബോഡിഗാർഡും ജോസേട്ടായിയെ കണ്ടിരുന്നത്. പക്ഷെ ഒരു സംഭവത്തോടെ അത് മാറി മറിഞ്ഞു. ആൻഡ്രുവിന്റെ പുതിയ ഷോറൂം പണി തുടങ്ങാൻ പോവുകയാണല്ലോ. അതിനു മുമ്പ് ആ പ്രദേശത്തെ പ്രധാന ഗുണ്ടയായ ഓട്ടോബില്ല എന്ന ഡോണിന് ഹുണ്ടിപ്പണം പോലെ കുറെ പണം കൊടുക്കണമായിരുന്നു. 25 ലക്ഷവുമായി അവർ ഓട്ടോബില്ലയുടെ മുമ്പിലെത്തി. പക്ഷേ ഓട്ടോബില്ല താൻ റേറ്റ് ഉയർത്തിയെന്നും ആൻഡ്രുവിന് തന്നെ വിലയില്ലെന്നും അതുകൊണ്ട് 1 കോടി രൂപ വേണം എന്നും ആവശ്യപ്പെടുകയാണ്. അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞതും ആൻഡ്രുവിന്റെ ബോഡിഗാർഡിനെയും ആൻഡ്രുവിനെ തന്നെയും ബില്ലയുടെ ആളുകൾ അടിച്ചിട്ടു. അതോടെ ആൻഡ്രുവുമായി സംസാരിച്ച ജോസേട്ടായി കാര്യത്തിൽ അങ്ങ് ഇടപെടുകയാണ്. ബില്ലയെയും ആളുകളെയും ജോസേട്ടായി അടിച്ചൊതുക്കി. ആൻഡ്രുവിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോരുകയും ചെയ്തു. ജോസേട്ടായിയെ ആൻഡ്രുവിന് നന്നേ അങ്ങ് പിടിച്ചു. അതുകൊണ്ട് നഗരത്തിലെ തന്റെ ഗസ്റ്റ് ഹൗസ് ആയിട്ടുള്ള ഫ്ളാറ്റ് ജോസേട്ടായിക്ക് താമസിക്കാനും മറ്റും ആൻഡ്രു കൊടുക്കുകയാണ്. ജോസേട്ടായി പിന്നാലെ തന്റെ അമ്മയെ റോസക്കുട്ടി ചേടത്തിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി. ഇന്ദുവിനെയും നിരഞ്ജനെയും കൂടി വിളിച്ചു വരുത്തി തന്റെ നിരപരാധിത്വം തന്റെ അമ്മയ്ക്ക് മുമ്പിൽ തെളിയിച്ചു. ഇതിനിടയിൽ ഇന്ദുവിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട ജോസേട്ടായി കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഇന്ദുവും ഫാമിലിയും തമ്മിലുള്ള പ്രശ്നവും പരിഹരിച്ചു കൊടുത്തു. അങ്ങനെ ജോസേട്ടായും കുടുംബവും ഇന്ദുവിന്റെ ഫാമിലി ഫ്രണ്ട്സ് കൂടി ആവുകയായിരുന്നു. മറുവശത്ത് ജെറി പലവട്ടം ഇന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ജെറിയോടുള്ള ദേഷ്യത്തിൽ ഇന്ദു ജെറിയെ അവഗണിച്ചുകൊണ്ടിരുന്നു. ഇതിനൊപ്പം തന്നെ ബാങ്കിലെ സ്കാമിനെ പറ്റിയും മറ്റും ജെറി അന്വേഷണവും നടത്തുന്നുണ്ടായിരുന്നു. വെങ്കടേശും
കുടുംബവും കൊല്ലപ്പെട്ട കാര്യമൊക്കെ ജെറി മനസ്സിലാക്കി. തുടർന്നും പണം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന അക്കൗണ്ടുകളെ പറ്റിയും ജെറി പഠിച്ചു. അതൊക്കെ സാധാരണക്കാരുടെ അക്കൗണ്ടുകളായിരുന്നു. പിന്നാലെ തന്റെ സുപ്പീരിയറുടെ അടുത്ത് ചെന്ന് ജെറി താൻ അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യം മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയാണ്. തങ്ങളുടെ ബാങ്കിൽ മാത്രം മരണപ്പെട്ടു പോയവരുടെ റിപ്പോർട്ട് ചെയ്യാതെ കിടന്ന് 60 കോടിയോളം രൂപ കുറേയധികം ആളുകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെന്നും അത് അന്ന് തന്നെ ക്യാഷായി വിഡ്രോ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അക്കൗണ്ടുകളൊക്കെയും വെറും സാധാരണക്കാരുടേതാണെന്നും അവർക്കങ്ങനെ ഒരു അക്കൗണ്ടിനെ പോലും അറിവില്ല എന്നും ജെറി സുപ്പീരിയറിനോട് പറഞ്ഞു. ആ അക്കൗണ്ടുകളൊക്കെ എടുത്തിരിക്കുന്നത് സിസ്റ്റം ബൈപ്പാസ് ചെയ്തുകൊണ്ടാണെന്നും അവരുടെ ഉപയോഗിച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് അവർ വർക്ക് ചെയ്തിരുന്ന കമ്പനികളിൽ കൊടുത്ത ആധാർ കാർഡും മറ്റുമാണെന്നും താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ജെറി വിശദീകരിച്ചു. കൂടുതൽ അന്വേഷണത്തിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ വർക്ക് ചെയ്തിരുന്നത് വെട്രിവേൽ ഷൺമുഖസുന്ദരത്തിന്റെ കമ്പനികളിലാണെന്നും അയാളാണ് ഇതിന് പിന്നിലെന്നും ജെറി പറയുകയാണ്. വെട്രിവേൽ ഷൺമുഖസുന്ദരത്തെപ്പറ്റി സുപ്പീരിയർ ജെറിയോട് ചോദിച്ചു. തനിക്കറിയാവുന്ന കാര്യങ്ങൾ ജെറി വിശദമായി പറഞ്ഞു. ആ നഗരത്തിൽ നടക്കുന്ന വലിയ ഡീലുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് വെട്രിവേൽ ഷൺമുഖസുന്ദരമാണ്. സംസ്ഥാനത്തെ പല വലിയ കമ്പനികളും വെട്രിവേൽ ഷൺമുഖസുന്ദരത്തിന്റെ പേരിലുള്ള വെട്രിവേൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റേതാണ്. അയാളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചിടത്തോളം മനസ്സിലായത് അയാൾ ഒരു ബോൺ ക്രിമിനൽ ആണെന്നാണ്. ഒക്കെ കേട്ടതും ഇത് വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ സുപ്പീരിയർ പറഞ്ഞു. തനിക്ക് 2 ദിവസത്തെ സാവകാശം തരണമെന്നും തന്റെ ഒരു സുഹൃത്തിന്റെ ബാങ്കിലാണ് വെട്രിവേൽ കമ്പനികളുടെ മേജർ അക്കൗണ്ടുകൾ ഉള്ളത്. കമ്പനി തകർന്നാൽ ബാങ്ക് പ്രതിസന്ധിയിലാകും. അതൊന്ന് വാൺ ചെയ്യാൻ സമയം തരണം എന്ന് ജെറി സുപ്പീരിയറിനോട് പറഞ്ഞു. സുപ്പീരിയറും അതിന് സമ്മതിക്കുകയാണ്. ജെറി പറഞ്ഞ ആ ബാങ്ക് ഇന്ദുവിന്റേതായിരുന്നു. ഇതേസമയം മറുവശത്ത് വെട്രിവേൽ ആ വിവരങ്ങൾ മുഴുവൻ അറിഞ്ഞിരുന്നു. ജെറി കാര്യങ്ങൾ പറഞ്ഞ സുപ്പീരിയർ ആയിരുന്നു യഥാർത്ഥത്തിൽ ജെറിയുടെ ബാങ്കിലെ വെട്രിവേലിന്റെ പ്രധാന കയ്യാൾ. വിവരം മനസ്സിലായതും അതുമായി ബന്ധപ്പെട്ടവരെയൊക്കെ വകവരുത്താൻ വെട്രിവേൽ അങ്ങ് തീരുമാനിച്ചു. മറുവശത്ത് ജെറിയാണെങ്കിൽ ഇന്ദുവിനോട് കാര്യം പറയാനൊക്കെ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ജെറി സംസാരിക്കാൻ ശ്രമിക്കുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് എന്ന് കരുതി ഇന്ദു ജെറിയെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. ജെറി പിന്നാലെ ജോസേട്ടായിയെ വിളിച്ചു. ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ടെന്നും ഇന്ദുവിനോട് സംസാരിക്കണമെന്നും ജോസേട്ടായി പറഞ്ഞാൽ എന്തു കേൾക്കുമെന്നും ജെറി ജോസേട്ടായിയോട് പറഞ്ഞു. ഇതേ സമയം അപകടം തന്നെ ചുറ്റി വളയുന്നത് ജെറി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജോസേട്ടായി ജെറിയോട് തന്റെ ഫ്ളാറ്റിലേക്ക് പൊക്കോളാനും താൻ വൈകാതെ അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞു. താനിരുന്ന് എടുത്തു നിന്ന് ജോസേട്ടായിയുടെ ഫ്ളാറ്റിലേക്ക് ജെറി പോവാൻ പുറപ്പെടുമ്പോൾ അവനെതിരെ ആക്രമണം നടന്നെങ്കിലും ഒരു തരത്തിൽ ജെറി അതിൽ നിന്ന് രക്ഷപ്പെട്ടു. കുറച്ച് സമയം കഴിഞ്ഞായിരുന്നു ജോസേട്ടായി ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. ഫ്ളാറ്റിലെത്തുമ്പോൾ അവിടെ അമ്മയില്ല. അമ്മ നടക്കാൻ പോയിരിക്കുകയാണ്. അകത്തേക്ക് കയറുമ്പോൾ ഫ്ളാറ്റിനകത്ത് ഗുണ്ടാ നേതാവ് ഓട്ടോ ബില്ലയും പരിവാരങ്ങളും ഇരിക്കുന്നുണ്ടായിരുന്നു. ജോസേട്ടായിക്കെതിരെ പ്രതികാരം ചെയ്യാൻ എത്തിയതായിരുന്നു അവർ. അവിടുത്തെ സാധനങ്ങളൊന്നും തകർക്കരുത്, ഒച്ചയുണ്ടാക്കരുത് എന്ന കണ്ടീഷനിൽ ജോസേട്ടായിയും ഓട്ടോ ബില്ലയുടെ ആളുകളും ഫൈറ്റ് ചെയ്തു. അവരെ കണക്കിന് മർദ്ദിച്ച് ജോസേട്ടായി പറഞ്ഞയക്കുകയും ചെയ്തു. അപ്പോഴായിരുന്നു അമ്മ അങ്ങോട്ടേക്ക് എത്തുന്നത്. അമ്മയോട് സംസാരിക്കുമ്പോൾ താൻ പുറത്ത് നടക്കാൻ പോയ സമയത്ത് ജെറി ഇങ്ങോട്ടേക്ക് വന്നത് അവൻ മുറിയിലുണ്ടാകും എന്ന് ജോസേട്ടായിയോട് പറഞ്ഞു. റൂമിന്റെ ഡോർ തുറന്ന് അകത്ത് കയറിയ ജോസേട്ടായി ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരുന്നു. ആ മുറിയിൽ ജെറി തൂങ്ങി മരിച്ചു കിടക്കുന്നു. വൈകാതെ പോസ്റ്റ്മോർട്ടം പരിപാടികൾ കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്ദുവിനോടും ജോസേട്ടായോടും ഒന്ന് സംസാരിച്ചു. ലവ് ഫെയിലിയർ കൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്നാണ് ആദ്യഘട്ട റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അവൻ അച്ഛനയച്ച മെസ്സേജിൽ അത് പ്രകടമാണ് എന്ന് ജോസേട്ടായോട് പറഞ്ഞു. ജോസേട്ടായി പറഞ്ഞ ഓട്ടോ ബില്ല അബ്സ്കോണ്ടിംഗ് ആണെന്നും അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ജോസേട്ടായുടെ ഫ്ളാറ്റിൽ വന്ന് ജെറി ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവരോട് അവിടം വിട്ട് പോവരുത് എന്നും ഇൻസ്പെക്ടർ കൂട്ടിച്ചേർത്തിരുന്നു. ജെറിയുടെ മരണം സഹിക്കാൻ ജോസേട്ടായിക്ക് പറ്റുന്നുമുണ്ടായിരുന്നില്ല. ഇന്ദുവും ആകെ തകർന്നു പോയിരുന്നു. വീട്ടിലെത്തി ജെറി ആത്മഹത്യ ചെയ്തതിനെപ്പറ്റി, തനിക്ക് ജെറിയെ രക്ഷപ്പെടുത്താൻ പറ്റാതിരുന്നതിനെപ്പറ്റി ജോസേട്ടായി പിറുപിറുത്തുകൊണ്ടേയിരുന്നു. റോസക്കുട്ടിച്ചേടത്തി ജോസേട്ടായിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മറുവശത്ത് MLA-മാരുടെ നേതാവ് വെട്രിവേലിനെ കാണുകയായിരുന്നു. MLA-മാർ അന്ന് രാത്രി തന്നെ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പണം കിട്ടിയാലേ ഗവർണറുടെ അടുത്ത് പോവൂ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നും നേതാവ് വെട്രിവേലിനോട് പറഞ്ഞു. ആ സമയമാണ് അങ്ങോട്ടേക്ക് വിൻസെന്റ് കടന്നുവരുന്നത്. നേതാവിനോട് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് വെട്രിവേൽ വിൻസെന്റിന്റെ അടുത്തു ചെന്നു. ജെറിയെ വകവരുത്തിയെന്നും പക്ഷേ വകവരുത്തുന്നതിന് മുമ്പ് ജെറി അവന്റെ ഒരു സുഹൃത്തിനെ ബാങ്കിൽ പോയി കണ്ടിട്ടുണ്ടെന്നും അവൾക്ക് വിവരങ്ങൾ അറിയാൻ സാധ്യതയുണ്ടെന്നും അപകടമുണ്ടെന്നും വിൻസെന്റ് വെട്രിവേലിനെ അറിയിച്ചു. അതാരാണെന്ന് വെട്രിവേൽ തിരക്കിയപ്പോൾ വിൻസെന്റ് പറഞ്ഞത് ഇന്ദുവിന്റെ പേരായിരുന്നു. അത് കൈകാര്യം ചെയ്യാം എന്നായിരുന്നു വെട്രിവേലിന്റെ മറുപടി. അടുത്ത ദിവസം ഇന്ദു പതിവ് പോലെ ബാങ്കിലേക്ക് ജോലിക്കെത്തി. പക്ഷേ ഇന്ദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നായിരുന്നു മേലുദ്യോഗസ്ഥർ അവിടുത്തെ ഇന്ദുവിനെ അറിയിച്ചത്. ആൻഡ്രുവിന് കൊടുത്ത ലോണിലുള്ള പ്രശ്നം കാരണമാണ് ഇന്ദുവിനെ പിരിച്ചുവിടുന്നത് എന്നും അവർ പറഞ്ഞു. വിശദീകരണത്തിനോ ഒന്നും അവർ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ബാങ്കിന്റെ വണ്ടി അവർ പിടിച്ചെടുത്തതുകൊണ്ട് ഇന്ദു തിരികെ ബസ്സിലായിരുന്നു മടങ്ങിയത്. പോകുന്ന വഴിക്ക് ഇന്ദു നിരഞ്ജനയെ വിളിച്ച് നടക്കുന്ന കാര്യങ്ങളിലെ
ബസ്സിലെ അസ്വാഭാവികതയെപ്പറ്റി സംസാരിച്ചു. ഇന്ദു അറിയാതെ ഇതേ സമയം ഇന്ദു സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് ഗുണ്ടകൾ വന്നു കയറുകയായിരുന്നു. വൈകാതെ ഇന്ദു ആക്രമിക്കപ്പെടാൻ തുടങ്ങി. ഭാഗ്യത്തിന് കൃത്യസമയത്ത് ജോസേട്ടായി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇന്ദുവിനെ കൊല്ലാമെന്ന ഗുണ്ടകളെ അടിച്ചിട്ട് ഇന്ദുവിനെ ജോസേട്ടായി രക്ഷപ്പെടുത്തി. ശേഷം ഇന്ദുവിനെ രക്ഷപ്പെടുത്തി ജോസേട്ടായി വീട്ടിലേക്കെത്തി. നിരഞ്ജനയും എത്തിച്ചേർന്നിരുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്നതിലും വലിയ എന്തോ പ്രശ്നമുണ്ടെന്നും നമുക്കിവിടം വിട്ടുപോകാം എന്നും ജോസേട്ടായി ഇന്ദുവിനോട് പറഞ്ഞെങ്കിലും പേടിച്ചോടാൻ വയ്യെന്നായിരുന്നു ഇന്ദു പറഞ്ഞത്. അപ്പോഴാണ് ഇന്ദുവിനെ കാണാൻ ജെറിയുടെ സഹപ്രവർത്തക സിത്താര അങ്ങോട്ടേക്ക് എത്തുന്നത്. തനിക്കറിയാവുന്ന കാര്യങ്ങളത്രയും സിത്താര ഇന്ദുവിനോട് വിശദീകരിക്കാൻ തുടങ്ങി. വെട്രിവേൽ നടത്തിയ സ്കാം ജെറി കണ്ടെത്തിയതിനെ പറ്റിയും പിന്നാലെ വിൻസെന്റും സംഘവും ചേർന്ന് ജെറിയെ കൊലപ്പെടുത്തിയതിനെ പറ്റിയും ജെറി കൊല്ലപ്പെട്ടതാണ് എന്നത് അവരെ ഞെട്ടിക്കുന്നതായിരുന്നു. സിത്താര ആ കാര്യങ്ങൾ വിശദീകരിച്ചു. സിത്താര ഭയന്ന് ജെറിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജോസേട്ടായുടെ ഫ്ളാറ്റിലേക്ക് വിൻസെന്റും സംഘവും വരുന്നത്. അവർ ജെറിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ പോലെ വരുത്തി തീർക്കുകയായിരുന്നു. സിത്താരയത് വീഡിയോ കോളിലൂടെ നേരിട്ട് കണ്ടതുമാണ്. കാര്യങ്ങൾ മുഴുവൻ സിത്താരയിൽ നിന്ന് കേട്ടതും ജോസേട്ടായിയും ഇന്ദുവും അടക്കം ഞെട്ടിയിരുന്നു. ജെറി അത്രനാളും തന്നോട് പറയാൻ ശ്രമിച്ചത് ആവശ്യമായിരുന്നു എന്നത് ഇന്ദുവിനെ വല്ലാതെ കുറ്റബോധത്തിലാഴ്ത്തി. താൻ അവിടം വിട്ട് പോവുകയാണെന്നും ദുബായിലേക്ക് 1 മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് ഉണ്ടെന്നും കൂട്ടുകാരൻ ഡ്രോപ്പ് ചെയ്യും എന്നും പറഞ്ഞ് സിത്താര യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. ഇതേ സമയം വെട്രിവേലിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലായ രാത്രിയായിരുന്നു അത്. റിസോർട്ടിൽ മാറ്റിപ്പാർപ്പിച്ച MLA-മാരെ വീണ്ടെടുക്കാൻ തമിഴ്നാട് CM ശ്രമിക്കുന്നുണ്ടായിരുന്നു. MLA-മാരാണെങ്കിൽ അന്ന് രാത്രി പണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നാളെ MLA-മാരെ ഗവർണറുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത്രയും നാളത്തെ പ്ലാനുകൾ മുഴുവൻ വെറുതെയാകും. നേതാവ് വെട്രിവേലിനോട് സംസാരിച്ചു. പണം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും നാളെ ഒക്കെ നല്ല രീതിയിൽ നടക്കും എന്നായിരുന്നു വെട്രിവേലിന്റെ മറുപടി. ഇതേസമയം നടന്ന കാര്യങ്ങളെപ്പറ്റി ജോസേട്ടായി ആൻഡ്രുവിനോട് തിരക്കിയിരുന്നു. വെട്രിവേലാണ് പിന്നിലെന്നറിഞ്ഞതും ആൻഡ്രു വല്ലാതെ ഭയക്കുന്നുണ്ടായിരുന്നു. കാര്യങ്ങൾ വഷളാവുമെന്നും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പൊക്കോളാനും ആൻഡ്രു ജോസേട്ടായിയോടും ഇന്ദുവിനോടും പറഞ്ഞു. പിന്നാലെ കാര്യങ്ങൾ അപകടമാണ് എന്ന് മനസ്സിലാക്കിയ ജോസേട്ടായി ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന തരത്തിൽ ഇന്ദുവിനോട് സംസാരിച്ചു. പക്ഷേ തെളിവുകളൊക്കെ സിത്താരയിൽ നിന്ന് കിട്ടിയിരുന്ന ഇന്ദു പോലീസിൽ പരാതിപ്പെടാം എന്നായിരുന്നു പറഞ്ഞത്. പോലീസും അവരുടെ ആളായിരിക്കും എന്ന് ജോസേട്ടായി പറഞ്ഞെങ്കിലും ഇന്ദു അത് ചെവികൊണ്ടില്ല. തനിക്ക് പരിചയമുള്ള ഒരു DCP ഉണ്ട്, സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞ ഇന്ദു DCP സുകുമാറിനെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ജോസേട്ടായിയും കൂടെ പോയിരുന്നു. CI ശക്തിവേലിനെ അവരെ ഏൽപ്പിച്ച ശേഷം DCP മാറുകയാണ്. ശക്തിവേൽ കേസ് എഴുതിയെടുക്കാൻ ആരംഭിച്ചു. പക്ഷെ അവിടെ നടക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് പോലീസുകാരൊക്കെയും വെട്രിവേലിന്റെ ആളുകളാണ് എന്ന് ജോസേട്ടായി മനസ്സിലാക്കിയിരുന്നു. പ്രതീക്ഷിച്ചത് തെറ്റിയില്ല. DCP സുകുമാർ അടക്കം വെട്രിവേലിന്റെ ആളായിരുന്നു. വെട്രിവേലുമായിട്ടായിരുന്നു സുകുമാർ അങ്ങോട്ടേക്ക് കടന്നു വന്നത്. വെട്രിവേൽ അവിടെ വെച്ച് ജോസേട്ടായിയെയും ഇന്ദുവിനെയും ഭീഷണിപ്പെടുത്തി സംസാരിച്ചു. TV വെച്ചപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പോയ സിത്താരയും സുഹൃത്തും വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. പിന്നാലെ ഇന്ദുവും ജോസേട്ടായിയും ആ സ്റ്റേഷനിൽ വെച്ച് കൊല്ലപ്പെടും എന്ന തരത്തിൽ തന്നെ അവരോട് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഒക്കെ അവസാനിച്ചെന്ന തൃപ്തിയിൽ വെട്രിവേൽ പോലീസ് സ്റ്റേഷൻ വിട്ടുപോവുകയാണ്. വെട്രിവേൽ പോയതിനു പിന്നാലെ പോലീസുകാർ സ്റ്റേഷൻ അടച്ച് ജോസേട്ടായിക്കും ഇന്ദുവിനുമെതിരെ ആക്രമണം നടത്താൻ ശ്രമിച്ചു. പിന്നെ അവിടെ നടന്നത് ജോസേട്ടായുടെ ശക്തമായ ഫൈറ്റായിരുന്നു. ഫൈറ്റിനൊടുവിൽ പോലീസുകാരെയൊക്കെ അടിച്ചിട്ട് ഇന്ദുവുമായി ജോസേട്ടായി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. DCPയിൽ നിന്ന് തന്നെ ജോസേട്ടായും ഇന്ദുവും രക്ഷപ്പെട്ട വിവരം വെട്രിവേലിന്റെ അടുത്ത് എത്തിയിരുന്നു. വെട്രിവേൽ തന്റെ ആളുകൾക്ക് അവരെ പിടികൂടാനും കൊലപ്പെടുത്താനും നിർദ്ദേശം കൊടുത്തു. ജോസേട്ടായുടെയും ഇന്ദുവിന്റെയും കുടുംബത്തെയും വകവരുത്താനും നിർദ്ദേശം പോയിരുന്നു. വെട്രിവേൽ അത്തരത്തിൽ ചിന്തിക്കും എന്ന് മനസ്സിലാക്കിയ ജോസേട്ടായി അമ്മയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കോമിക്ക് കാണുകയായിരുന്ന അമ്മ ഫോൺ റിംഗ് ചെയ്തത് കണ്ടില്ല. നിരഞ്ജനയെ പിടികൂടാൻ വെട്രിവേൽ അപ്പോഴേക്കും ആളെ വിട്ടിരുന്നു. അത് മനസ്സിലാക്കിയ ജോസേട്ടായി മറ്റൊരു നീക്കം നടത്തി. ഓട്ടോ ബില്ലയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. അതിനോടകം വെട്രിവേൽ ഓട്ടോ ബില്ലയെ ജെറിയുടെ കൊലപാതകത്തിൽ കൊടുക്കാൻ ശ്രമിച്ചതു മുതൽ ഓട്ടോ ബില്ലയുമായി ജോസേട്ടായി ഒരു സൗഹൃദം സ്ഥാപിച്ചിരുന്നു. നിരഞ്ജനയുടെ ഇടത്തേക്ക് ഓട്ടോ ബില്ലയെ ജോസേട്ടായി പറഞ്ഞയച്ചു. അപ്പോഴേക്കും ജോസേട്ടായുടെ കോൾ കണ്ട് അമ്മ തിരികെ വിളിച്ചു. അമ്മയെ പിടികൂടാൻ വിൻസെന്റും സംഘവും പോകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ജോസേട്ടായി ഫ്ളാറ്റിൽ ഒരു പൊട്ടിത്തെറി സംഭവിപ്പിച്ച് തീപിടുത്തത്തിന്റെ വാണിംഗ് സൈറൻ മുഴക്കുന്ന അവസ്ഥയുണ്ടാക്കി. ആളുകൾ ഫ്ളാറ്റ് വിട്ടിറങ്ങുമ്പോൾ അവരുടെ ഒപ്പം പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പോകുവാൻ അമ്മയോട് പറയുകയാണ്. ജോസേട്ടായുടെ 2 തന്ത്രങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു. ഓട്ടോ ബില്ലയുടെ സഹായത്തോടെ നിരഞ്ജനയെ ജോസേട്ടായി രക്ഷപ്പെടുത്തി. ഫ്ളാറ്റിലേക്ക് നേരിട്ടെത്തി അമ്മയെ ജോസേട്ടായി കൂട്ടിയിരുന്നു. ശേഷം നിരഞ്ജനയുമായി ഓട്ടോ ബില്ല ജോസേട്ടായുടെ അടുത്തെത്തി. അവിടെ നിന്നും ഓട്ടോ ബില്ലയുടെ കാർ എടുത്ത് രക്ഷപ്പെട്ടു പോകുവാൻ ജോസേട്ടായി ശ്രമം തുടങ്ങുകയാണ്. ഓട്ടോ ബില്ലയുടെ ഒരു കണ്ടെയ്നർ ഷിപ്മെന്റ് കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അതുവഴിയിൽ ജോസേട്ടായിയെയും കുടുംബത്തെയും കേരളത്തിൽ എത്തിക്കാം എന്നായിരുന്നു
എന്നായിരുന്നു ഓട്ടോ ബില്ല പറഞ്ഞത്. പക്ഷേ ഓട്ടോ ബില്ലയെ വെട്രിവേലും സംഘവും പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ഓട്ടോ ബില്ല ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. മറുവശത്താണെങ്കിൽ റിസോർട്ടിൽ MLA-മാരുടെ ആഘോഷവും അവർക്കുള്ള പണവുമായി വെട്രിവേലിന്റെ ആളുകൾ യാത്രയിലുമായിരുന്നു. പക്ഷേ വെട്രിവേലിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് ജോസേട്ടായി ഓട്ടോ ബില്ല പറഞ്ഞയിടത്തേക്ക് പോയില്ല. മറിച്ച് ജോസേട്ടായി പോയത് DCPയുടെ വീട്ടിലേക്കായിരുന്നു. DCPയെയും കുടുംബത്തെയും ബന്ദിയാക്കി DCPയുടെ വണ്ടിയിൽ തന്നെ രക്ഷപ്പെട്ടു പോകുവാനായി ജോസേട്ടായുടെ ശ്രമം. പക്ഷേ ഒരു ഘട്ടത്തിൽ പോലീസ് ചെക്കിങ്ങിലുണ്ടായിരുന്ന CI ശക്തിവേൽ DCPയുടെ കാറിൽ ജോസേട്ടായിയും സംഘവുമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കിയ ജോസേട്ടായി CIയുടെ ജീപ്പിന്റെ ടയർ വെടിവെച്ച് പഞ്ചറാക്കി. പിന്നാലെ CI ശക്തിവേൽ കൺട്രോൾ റൂമിലേക്ക് റിപ്പോർട്ട് കൊടുത്തിരുന്നു. കുറച്ചു ദൂരം പിന്നിട്ടതും ജോസേട്ടായി DCPയുടെ വണ്ടി നിർത്തി DCPയെയും കുടുംബത്തെയും ഇറക്കി വിട്ടു. ശേഷം വണ്ടിയെടുത്ത് പോവാൻ ആരംഭിച്ചു. ഇതിനിടയിൽ DCP തന്റെ ഫോൺ ആരും കാണാതെ ആ വണ്ടിയിൽ വെച്ചിരുന്നു. ഫോൺ ട്രാക്ക് ചെയ്ത് അവരുടെ ലൊക്കേഷൻ കിട്ടാൻ തുടങ്ങിയതോടെ വെട്രിവേലും സംഘവും പോലീസ് സംഘവും ജോസേട്ടായെ പിടികൂടാൻ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. വലിയൊരു ചേസിംഗ് തന്നെ നടന്നു. ഒടുവിൽ ചേസിംഗ് ഒക്കെ അതിജീവിച്ച് ജോസേട്ടായി രക്ഷപ്പെടുകയാണ്. ഇതിനിടയിൽ ആൻഡ്രൂ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. ആൻഡ്രൂവിനടുത്തേക്ക് എത്താനായി ജോസേട്ടായുടെ ശ്രമം. ആൻഡ്രൂ പറഞ്ഞ കണ്ടെയ്നറുള്ള ഇടത്തേക്ക് ജോസേട്ടായി എത്താൻ പോവുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പാഞ്ഞു വന്നൊരു വാഹനം ജോസേട്ടായുടെ വണ്ടിയെ ഇടിച്ചത്. പിന്നാലെ വന്നൊരു കാറിൽ ജോസേട്ടായുടെ വണ്ടിയിലുണ്ടായിരുന്ന ഇന്ദുവിനെ ബലമായി വെട്രിവേലിന്റെ ആളുകൾ പിടിച്ചു കയറ്റിക്കൊണ്ടുപോയി. ആൻഡ്രൂവും ആളുകളും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അമ്മയെയും നിരഞ്ജനയെയും ആൻഡ്രൂ സാറിനെ ഏൽപ്പിച്ച് കാറുമെടുത്ത് ജോസേട്ടായി വെട്രിവേലിന്റെ അടുത്തേക്ക് ഇന്ദുവിനെ കൊണ്ടുപോയതിന് പിന്നാലെ ചെല്ലാൻ ആരംഭിച്ചു. മറുവശത്ത് അപ്പോഴേക്കും വെട്രിവേൽ പറഞ്ഞിരുന്ന പണം എത്തിയിരുന്നു. പണം MLA-യുടെ നേതാവിന് വെട്രിവേൽ കൈമാറി. ഇന്ദുവിനെ കിട്ടിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞതും തനിക്ക് ചെറിയൊരു പണി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് വെട്രിവേൽ തന്റെ ഫാക്ടറിയിലേക്ക് പുറപ്പെടുകയാണ്. ഇന്ദുവിനെ എത്തിച്ചിരുന്നത് വെട്രിവേലിന്റെ ഫിഷറി ഫാക്ടറിയിലായിരുന്നു. ഇന്ദുവിനെ കണ്ടപാട് ദേഷ്യത്തിൽ വെട്രിവേൽ ഇന്ദുവിനെ തല്ലി. അപ്പോഴേക്കും ജോസേട്ടായി അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന വിവരം വെട്രിവേലിന് ലഭിച്ചിരുന്നു. അതോടെ ജോസുമായി വെട്രിവേൽ സംസാരിച്ചു. ഇന്ദുവിനെ വിട്ടു പോയാൽ ജോസേട്ടായിക്ക് അമ്മയെ രക്ഷപ്പെടുത്താം എന്നായി വെട്രിവേലിന്റെ വാദം. ആൻഡ്രൂ തന്റെ ആളാണെന്നും ജോസിനെ രക്ഷപ്പെടുത്താൻ വരുന്നതിനു മുമ്പ് ആൻഡ്രൂ തന്നെ വിളിച്ചിരുന്നെന്നും ആൻഡ്രൂവിന്റെ വീട്ടിൽ അവരെത്തുമ്പോൾ അവിടെ തന്റെ ആളുകൾ അവരെ കാത്തു നിൽക്കുന്നുണ്ടാകും എന്നുമായിരുന്നു വെട്രിവേൽ പറഞ്ഞത്. അത് കേട്ട് ആദ്യം ജോസ് ഒന്ന് ഷോക്കായി. ജോസ് അമ്മയെ രക്ഷിക്കാൻ പോകും എന്നായിരുന്നു വെട്രിവേൽ കരുതിയത്. പിന്നാലെ പതിവ് രീതിയിൽ ഫിഷറി ഫാക്ടറിയിലെ സ്ലൈസിംഗ് മെഷീനിലേക്കിട്ട് ഇന്ദുവിനെ കൊലപ്പെടുത്താനുള്ള രീതിയിലേക്ക് ഇന്ദുവിനെ വെട്രിവേലിന്റെ ആളുകൾ കെട്ടിത്തൂക്കി നിർത്തി. അങ്ങോട്ടേക്കെത്തിയ വെട്രിവേൽ ഇന്ദുവിനെ കളിയാക്കി ചിരിച്ച് ജോസ് അമ്മയെ രക്ഷിക്കാൻ പോയെന്നും ഇങ്ങോട്ടേക്ക് വരില്ലെന്നും പറഞ്ഞു. ജോസിന് പ്ലാൻ ബി ഉണ്ടാവില്ലെന്നാണോ നിങ്ങൾ കരുതിയത് എന്നായിരുന്നു തല്ലുകൊണ്ട് അവശതയിലും ഇന്ദു ചോദിച്ചത്. പിന്നാലെ വെട്രിവേലിന്റെ സ്കാമിന്റെ വിവരങ്ങളും MLA-മാർക്ക് പണം കൊടുക്കുന്ന വിവരവും അടക്കം ജോസേട്ടായി XMLA ദില്ലി ബാബു വഴി CM-ന്റെ അടുത്തെത്തിച്ച വിവരം ഇന്ദു വെട്രിവേലിനോട് പറഞ്ഞു. വെട്രിവേൽ അത് കേട്ട് ഷോക്കായിരുന്നു. ഇതേസമയം മറുവശത്ത് വെട്രിവേലിന്റെ റിസോർട്ടിലേക്ക് CM-ന്റെ പോലീസ് സംഘമെത്തി പണമടക്കം പിടിച്ചെടുത്ത് വെട്രിവേലിന്റെ ആളുകളെ പിടികൂടുകയായിരുന്നു. വെട്രിവേലിന്റെ സാമ്രാജ്യം സൃഷ്ടിക്കാനുള്ള നീക്കം അതോടെ തകർക്കപ്പെട്ടു. തൊട്ട് പുറകെയായിരുന്നു ജോസേട്ടായി കാറുമായി അങ്ങോട്ടേക്ക് വന്നെത്തുന്നത്. പിന്നെ അവിടെ അരങ്ങേറുന്നത് ശക്തമായ ഫൈറ്റാണ്. വെട്രിവേൽ കൊല്ലാൻ ശ്രമിച്ച ഇന്ദുവിനെ ജോസേട്ടായി രക്ഷപ്പെടുത്തി. അപ്പോഴും അമ്മയെ ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് വന്ന ജോസേട്ടായെ വെട്രിവേൽ കളിയാക്കി. ജോസേട്ടായി പറഞ്ഞു, ആൻഡ്രൂ വെട്രിവേലിനെ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടാണ്. ഇവിടെ വെട്രിവേലിന്റെ കുറെ ഗുണ്ടകളുണ്ടേൽ ഒറ്റയ്ക്കെതിരിടാൻ പ്രയാസമാവുമല്ലോ. അങ്ങോട്ടേക്ക് കുറച്ചുപേർ പോയാ എനിക്ക് എളുപ്പമുണ്ടാകും. അതുകൊണ്ട് സംഭവം എന്തെന്നാൽ ആൻഡ്രൂവിന്റെ ഇടത്തേക്ക് ഇന്ദുവിന്റെ ചേട്ടനായ മിലിറ്ററി ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘത്തെ ജോസേട്ടായി ഇൻഫോം ചെയ്തു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയും നിരഞ്ജനയും അവിടെ സേഫാണ്. വെട്രിവേലിന്റെ ആളുകൾ മിലിറ്ററിയുടെ കസ്റ്റഡിയിലും. വീണ്ടും അവിടെ ശക്തമായ ഫൈറ്റ് അരങ്ങേറി. ഫൈറ്റിനൊടുവിൽ ഫിഷറി ഫാക്ടറിയിലെ സ്ലൈസിംഗ് മെഷീനിലേക്കിട്ട് വെട്രിവേലിനെ ജോസ് പൂർണ്ണമായി ഇല്ലാതാക്കി. സംഭവബഹുലമായ ആ കാര്യങ്ങൾക്ക് ശേഷം ജോസും റോസക്കുട്ടിയും നിരഞ്ജനയും ഇന്ദുവും ഇടുക്കിയിൽ ജെറിയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് വികാരി അച്ഛനോടും ജെറിയുടെ കുടുംബക്കാരോടുമായി നടന്ന കാര്യങ്ങൾ അവർ വിശദീകരിച്ചു. പെട്ടെന്ന് ഈ സമയം അവിടുത്തെ കറണ്ട് പോയി. വാതിലിൽ മുട്ടുകേട്ടു. അവർ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒരു പാഴ്സൽ ഉണ്ടായിരുന്നു. പാഴ്സൽ തുറന്ന് ജോസേട്ടായി ഞെട്ടിപ്പോയി. അതിനുള്ളിൽ ഉണ്ടായിരുന്നത് അവരെ സഹായിച്ച ആൻഡ്രൂവിന്റെ വെട്ടിയെടുത്ത തലയായിരുന്നു. കൂട്ടത്തിൽ ഒരു കുറിപ്പുമുണ്ടായിരുന്നു. വെട്രിവേലിന്റെ ബോസിന്റെ കുറിപ്പായിരുന്നു അത്. ജോസേട്ടായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കുറിപ്പ്. രണ്ടാം ഭാഗത്തിനൊരു സൂചന ഇട്ടുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു
കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.